ഒരു പാവം വൃത അകലെയുള്ള നദിയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരിക. ആകെയുള്ള 2 കുടങ്ങളിൽ ഒന്നിന് പൊട്ടലുണ്ട്, അതുകൊണ്ട് തന്നെ ചോർച്ചയുണ്ട്. എങ്കിലും രണ്ടും ഒരു കയറിൽ കെട്ടി ചുമലിൽ വെച്ച് അവർ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവരും. ഓട്ടപാത്രത്തിൽ വെള്ളം വീട്ടിലെത്തുമ്പോഴേക്കും പകുതി മാത്രമേ കാണൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു ദിവസം ഓട്ടപാത്രം സങ്കടം പറഞ്ഞു. അമ്മയുടെ കഷ്ടപ്പാട് ഞാൻ അറിയുന്നു, എന്ത് ചെയ്യാനാണ്, എനിക്ക് പോടുണ്ടായിപ്പോയല്ലോ. വെള്ളം മുഴുവനും ഇവിടെ എത്തിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഏറെ ദുഃഖിതയാണ്, എന്നോട് ക്ഷമിച്ചാലും. വൃത പുഞ്ചിരിയോടെ പറഞ്ഞു, ആര് പറഞ്ഞു നീ അംഗപരിമിതയാണെന്ന്? നോക്കൂ, നദിയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി. നിന്റെ ഭാഗം മുഴുവൻ പൂക്കൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടോ? നിന്നിലൂടെ വെള്ളം ചോരുന്നുണ്ടെന്നറിഞ്ഞ് ഞാനവിടെ വിവിധ പൂക്കളുടെ വിത്തുകൾ വിതറിയിരുന്നു. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പൂക്കാലം എനിക്ക് കിട്ടുമായിരുന്നില്ല. ആർക്കാണ് പരിമിതികൾ ഇല്ലാത്തത്? അവരവരുടെ പങ്കുകൾ നിർവഹിക്കുകയും വിത്തുകൾ വിതറാൻ കെൽപ്പുള്ള മാതാപിതാക്കളോടൊപ്പം വളരുകയും ചെയ്താൽ വസന്തം വരിക തന്നെ ചെയ്യും. വഴിയിലെ പൂക്കളുടെ സുഗന്ധം നുകർന്നുകൊണ്ടു തന്നെ യാത്ര ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു വചനം കാണാം: لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت